ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഇഡ്ഡലിക്കായാലും ദോശയ്ക്കായാലും ഉപ്പുമാവിൻ്റെ കൂടെ ആയാലും എന്തിൻ്റെ കൂടെ ആയാലും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെള്ളച്ചമ്മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ചെയ്ത് കാണിക്കുന്നത്. ഞാനിന്നിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇഡ്ഡലിയാണ്. ഇഡ്ഡലിയുടെ കൂടെയെല്ലാം നല്ല ബെസ്റ്റ് കോമ്പിനേഷനായിട്ട് പോകുന്ന ഒരു ചമ്മന്തിയാണിത്. 5 മിനിറ്റിനുള്ളിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ചട്നിയാണ് കേട്ടോ ഇത്. ഞാനിപ്പോൾ ഇവിടെ പച്ചമുളകാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. നമ്മൾ ചുമന്ന മുളക് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ചട്നി റെഡ് കളറിലും ഇരിക്കും. അപ്പോൾ പച്ചമുളക് ചേർക്കുന്നതാണ് കുറച്ചും കൂടിയും ടേസ്റ്റ്. ഇഡ്ഡലിക്കെല്ലാം പച്ചമുളക് ചേർത്ത ചട്നിയാണ് കുറച്ചും കൂടിയും ടേസ്റ്റ് ആയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ചമ്മന്തി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് ഈ ചമ്മന്തിയുടെ റെസിപ്പിയിലേക്ക് പോകാം. അതിനായിട്ട് ഇപ്പോൾ ഇവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. നമ്മൾ എന്തോരം ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് വലുപ്പത്തിലുള്ള ജാർ എടുക്കുക. അപ്പോൾ ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു തേങ്ങ തിരുമ്മിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലപോലെ തിരുമ്മിയെടുക്കുക. നല്ല പൊടിയായിട്ട് തിരുമ്മിയെടുത്തിരിക്കുന്ന തേങ്ങയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന ചമ്മന്തി ഒരു 4-5 പേർക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാനുള്ള അളവിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തോരം വേണമെന്നുണ്ടോ അപ്പോൾ അത്രയും അളവിലുള്ള തേങ്ങ എടുത്തിട്ട് ചട്നി ഉണ്ടാക്കുക. ഇനി ഇതിലേക്ക് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിലാണ് ഇതിൽ ടേസ്റ്റ് വ്യത്യാസം വരുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 5-6 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. സാമാന്യം വലിപ്പത്തിലുള്ള ചുവന്നുള്ളിയാണ്. ഒരു 5-6 എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി തൊലി കളഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ചമ്മന്തി കടല എടുത്തിട്ടുണ്ട്. നമ്മൾ പൊട്ടുകടല എന്ന് പറയും. ചട്നിക്ക് അരയ്ക്കുമ്പം ഒന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒപ്പം ചേർക്കുന്നതാണ്. അത് 2 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളകാണ്. നിങ്ങൾക്ക് എന്തോരം എരിവ് വേണോ അതിനനുസരിച്ചിട്ടുള്ള അളവിലുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക. എരിവ് കുറവുള്ള മുളകാണെന്നുണ്ടെങ്കിൽ അതുപോലെ അനുസരിച്ചിട്ട് കൂടുതൽ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 3-4 തണ്ട് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുള്ളവർക്ക് ഇത് ഒഴിവാക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ഇഞ്ച് അളവിലുള്ള ഇഞ്ചി കഷ്ണം ചെറുതാക്കി മുറിച്ചിട്ട് ക്ലീൻ ചെയ്ത് തൊലിയെല്ലാം കളഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു ചെറിയൊരു കഷ്ണം പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ചെറിയൊരു നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു മുറി നാരങ്ങയുടെ നീര് പിഴിഞ്ഞ് ചേർത്താലും മതി. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു കുഞ്ഞു നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പുളിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി ചട്നിക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഈ ചട്നി അരച്ചെടുക്കാം കേട്ടോ. ചട്നി അരച്ചെടുക്കാനായിട്ട് പാകത്തിന് മാത്രം വെള്ളം ഒഴിക്കുക. അത് നികന്ന് നിൽക്കാൻ പാകത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നല്ല പേസ്റ്റ് പോലെ ചമ്മന്തി അരച്ചെടുക്കണം. വെള്ളം കൂടിപ്പോയാൽ തേങ്ങ അരയില്ല. ബാക്കിയുള്ള സാധനങ്ങൾ പച്ചമുളക്, ഇഞ്ചി അതൊന്നും അരിഞ്ഞില്ല എന്ന് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മുങ്ങി നിൽക്കാൻ പാകത്തിന് അളവിലുള്ള മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കുക. ഇപ്പോൾ ആ ചട്നി ഇവിടെ ഞാൻ നല്ല പേസ്റ്റ് പോലെ അരച്ച് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ അരച്ചെടുത്തിരിക്കുന്ന ചട്നി ഇനിയിപ്പോൾ നമുക്കിത് ആ സൈഡിലെല്ലാം കുറച്ച് ഇങ്ങനെ തെറിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് വടിച്ച് കൂട്ടി എടുത്തു കഴിഞ്ഞതിന് ശേഷം ഇത് ഒന്നും കൂടിയും ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. പക്ഷേ വെള്ളം ഒന്നും കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല. ചട്നി ശരിക്ക് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ സൈഡിൽ തെറിച്ചിരിക്കുന്നത് മാത്രം നമുക്കൊന്ന് തൂത്ത് വെച്ചിട്ട് ഇതൊന്നും കൂടെ ഒന്ന് അരച്ചെടുക്കുക. അരച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ചട്നി ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അരച്ചെടുത്തിരിക്കുന്ന ചട്നി ഇപ്പോൾ ഇവിടെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് വെള്ളം കൂടുതൽ മിക്സ് ചെയ്തിട്ട് നീട്ടിയെടുക്കുന്ന ചട്നിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുളകും, ഇഞ്ചി എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്തിരിക്കുന്നത് നമ്മൾ എന്തോരം വെള്ളം നമ്മൾ എക്സ്ട്രാ ചേർക്കുന്നുണ്ടോ അത്രയും അളവിൽ ചേർക്കുമ്പോഴും ടേസ്റ്റ് വരാൻ പാകത്തിനുള്ള അളവിലാണ് കൂടുതൽ നീട്ടി ചേർത്തേക്കുന്നത്. ഉള്ളിയായാലും മുളകായാലും ഇഞ്ചിയുടെ കഷ്ണമായാലും മല്ലിയില എല്ലാം അതിനനുസരിച്ചുള്ള അളവിലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾക്ക് 1 ഗ്ലാസ് വെള്ളം, നമുക്ക് എന്തോരം ചട്നി വേണോ അത്രയും 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് ഇതുപോലെ മിക്സിയുടെ ചട്നിയിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഇങ്ങനെ അളവിലാണ് ഞാൻ ചട്നി എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് കുറുകി കിട്ടാനായിട്ട് ഞാൻ പറഞ്ഞു നമ്മൾ ചമ്മന്തി കടല ചേർത്ത് കൊടുത്തിട്ടുണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ചട്നി ചെറുതായിട്ടൊന്ന് കുറുകിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് വെളിച്ചെണ്ണയിൽ കടുകും മുളകും കറിവേപ്പിലയും കൂടെയും വറുത്തിട്ടിട്ട് അതും കൂടെയും വറുത്തിട്ട് കൊടുക്കാം. നമ്മൾ ചട്നി ചൂടാക്കുന്നില്ല കേട്ടോ. നമ്മൾ ഈ കടുക് വറുത്തിട്ട് നമ്മൾ ചട്നിയിലേക്ക് നേരിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ഈ ചട്നി ചൂടാക്കാതെ ഉണ്ടാക്കുന്ന ചമ്മന്തിയാണ്. അപ്പോൾ അതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്നി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നല്ല ഈസിയാണ്. അതുപോലെ തന്നെ നല്ല സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ചട്നിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. അതുപോലെ തന്നെയുള്ളൊരു ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ ഞാൻ ഇവിടെ ഇഡ്ഡലിയാണ് ഇന്ന് ഉണ്ടാക്കിയെന്നുള്ളത്. ഇഡ്ഡലിയുടെ കൂടെയെല്ലാം നല്ല ബെസ്റ്റ് കോമ്പിനേഷനായിട്ട് പോകുന്ന ചട്നിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചട്നി ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളിതുപോലെ ഒരു തവണ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിക്കായാലും ദോശയ്ക്കായാലും എന്തിൻ്റെ കൂടെയായാലും ഇതുപോലെ ഒരു തവണ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.
നല്ല ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നി. അപ്പോൾ ആരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാതിരിക്കരുത് കേട്ടോ. അപ്പോൾ എൻ്റെ റെസിപ്പി ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിതുപോലെ വീഡിയോസ് ഇടുമ്പം അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ എന്നും പറയുന്ന പോലെ വീണ്ടും ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും വളരെ വെറൈറ്റിയുമായിട്ടുള്ള ഏതെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചട്നിയുടെ റെസിപ്പി, കറികൾ അല്ലെങ്കിൽ ഏതെങ്കിലും സ്നാക്സിൻ്റെ റെസിപ്പി ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. നമുക്ക് വീണ്ടും കാണുന്നവരേക്കും താങ്ക് യു.